വയനാടിന് കേന്ദ്ര സഹായം നൽകാനാവില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. എംപിമാരുടെ നിവേദനത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലപാട് അറിയിച്ചത്. 2219 കോടിയുടെ പാക്കേജ് കേരളം ആവശ്യപ്പെട്ടത് ഏറെ വൈകിയാണെന്ന വിചിത്രവാദം ഉയർത്തിയാണ് അമിത്ഷായുടെ മറുപടി. വയനാടിന് കേന്ദ്ര ധനസഹായം നൽകാനാവില്ലെന്ന് വിചിത്രമായ വാദങ്ങൾ നിർത്തി വിശദീകരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദുരന്തമുണ്ടായതിനു പിന്നാലെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച കേരളം 2219 കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെട്ടത് വൈകിയെന്ന് 3 പേജുള്ള മറുപടിയിൽ കുറ്റപ്പെടുത്തുന്നു. 3.5 മാസം വൈകിയാണ് കേരളം അധിക ധനസഹായം ആവശ്യപ്പെട്ടത്. മാത്രമല്ല, പുനർനിർമ്മാണത്തിനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും കേന്ദ്രം സഹായം നൽകി കഴിഞ്ഞതാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നു. SDRF ഫണ്ടിലൂടെ നൽകിയ കേന്ദ്ര വിഹിതവും കണക്കുകൾ നിർത്തി അമിത്ഷാ ആവർത്തിക്കുന്നു. ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ കേന്ദ്രസേന, വ്യോമസേന അടക്കമുള്ളവരുടെ സഹായവും ചൂണ്ടിക്കാട്ടിയാണ് അമിത്ഷാ ധനസഹായം നൽകാതിരിക്കാനുള്ള കാരണം അക്കമിട്ട് നിർത്തുന്നത്. വയനാട്ടിൽ കേന്ദ്ര സമിതി നടത്തിയ വിലയിരുത്തൽ റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്നും അമിത്ഷാ അറിയിച്ചു. ചെറിയ ദുരന്തങ്ങളുണ്ടായ മണിപ്പൂർ, ത്രിപുര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾക്ക് യഥാക്രമം 600 കോടിയും 50 കോടിയും 25 കോടിയും ദിവസങ്ങൾക്കുള്ളിൽ അനുവദിച്ചപ്പോഴാണ് കേരളത്തോടുള്ള അവഗണന തുടരുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കരുതെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. വയനാട് ജനതയുടെ ജീവിതം അന്തസ്സോടെ പുനർനിർമ്മിക്കാൻ അവർക്ക് അടിയന്തരമായ ധനസഹായം വേണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഇടത് വലത് MPമാർ ഒപ്പിട്ട നിവേദനം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നൽകിയത്. രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയും കേന്ദ്ര സഹായം നൽകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.